ലോകത്ത് വ്യാജന്മാരെ ഉണ്ടാക്കുന്ന കാര്യത്തിലും കോപ്പിയടിക്കുന്ന കാര്യത്തിലും ഒന്നാമതുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒരേയൊരു ഉത്തരമേ ഉള്ളൂ, അത് ചൈനയാണ്. ഏതൊരു രാജ്യവും വ്യത്യസ്തമായി എന്തു കൊണ്ടുവന്നാലും അത് അതേപടി പകർത്താൻ മിടുക്കന്മാരാണ് ചൈനക്കാർ. അതിപ്പോ കളിപ്പാട്ടമാണെങ്കിലും വോട്ടിംഗ് മെഷീൻ ആണെങ്കിലും ശരി. ഏറെ നാളായി ചൈന ലോകത്തെ പറ്റിച്ചുകൊണ്ടിരുന്നത് കളിപ്പാട്ടം ഉണ്ടാക്കിയായിരുന്നു. ലോകം മുഴുവൻ നിലവാരം കുറഞ്ഞ കളിപ്പാട്ടം എത്തിച്ച് വിപണി മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ചൈനീസ് കളിപ്പാട്ടം ഉപയോഗിക്കുന്ന പല കുട്ടികൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വൻകിട രാഷ്ട്രങ്ങൾ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് ലോക മാർക്കറ്റിൽ വൻ ഡിമാൻഡാണ് ഉണ്ടായത്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ മികച്ച കളിപ്പാട്ടം നിർമ്മിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയെ പിന്തള്ളി വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ട രംഗത്ത് പോലും ആർക്കും വേണ്ടാതായ ചൈന എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഉഡായിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത്. ചൈനയുടെ പുതിയ ആക്രമണ ഹെലികോപ്റ്റർ Z-21 കോപ്പിയടി പരമ്പരയിലെ ഒടുവിലത്തേതാണ്. ഒടുവിലത്തേതല്ല, ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രചണ്ഡ ഹെലികോപ്റ്റർ, അമേരിക്കയുടെ അപ്പാച്ചെ, റഷ്യയുടെ ആക്രമണ ഹെലികോപ്റ്ററായ Mi-28 എന്നിവയുടെ മിക്സഡ് കോപ്പി പോലെയാണ് ഈ ചൈനീസ് ഹെലികോപ്റ്റർ എന്നാണ് ആരോപണം. Z-21 രൂപകൽപ്പനയുടെ ചില ഭാഗങ്ങൾ ചൈനയുടെ പഴയ Z-10 ആക്രമണ ഹെലികോപ്റ്ററിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അതത്ര വിശ്വസനീയമല്ല. ഈ ചൈനീസ് Z-21 ഹെലികോപ്റ്ററിന്റെ വികസനം ഏത് ഘട്ടത്തിലാണ് എത്തിയതെന്ന് ഇതുവരെ അറിവായിട്ടില്ല. എന്തായാലും ഇന്ത്യയുടെ പ്രചണ്ഡ ഹെലികോപ്റ്ററിന്റെ അതേ പകർപ്പാണ് ഇതിനുള്ളതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. തായ്വാനിലേക്ക് നുഴഞ്ഞു കയറാൻ ചൈന ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കുമെന്ന് ആശങ്കയുണ്ട്. Z-10 ഹെലികോപ്റ്റർ പോലെയാണ് ഇതിന്റെ റോട്ടറും പിൻഭാഗവും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈനയുടെ നാഷണൽ ഡിസൈൻ ബ്യൂറോയാണ് ഈ ഹെലികോപ്റ്ററിന്റെ രൂപകൽപ്പനയിൽ പ്രവർത്തിച്ചത്. ഹെലികോപ്റ്ററിന്റെ അടിയിൽ ഒരു യന്ത്രത്തോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. മുഖമാകട്ടെ സ്റ്റാറ്റിക് ട്യൂബുകൾ പോലെയാണ്. അതിനാൽ എയറോ ഡൈനാമിക്സ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാനും സാധിക്കും. Z-20 ഹെലികോപ്റ്ററാണ് ചൈനീസ് സൈന്യം യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായി ഉപയോഗിക്കുന്നത്. അതിന് പകരമാണ് പുതിയ ആക്രമണകാരിയായ ഹെലികോപ്റ്റർ Z-21 ഹെലികോപ്റ്റർ നിർമ്മിച്ചതെന്നാണ് ചൈനയുടെ അവകാശവാദം. വരുന്ന 3 വർഷം പരീക്ഷണ പറക്കലും യുദ്ധമുഖത്തെ പരിശീലനവും നൽകിയ ശേഷം ഹെലികോപ്റ്റർ ചൈനീസ് സേനയുടെ ഭാഗമാകുകയെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ പ്രചണ്ഡ ഹെലികോപ്റ്ററിന്റെയും ചൈനയുടെ Z-21 ചിത്രങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ചൈനയ്ക്ക് ട്രോളിന്റെ പൊടിപൂരമാണ്. എന്തായാലും ഇന്ത്യ ചൈനയെ കോപ്പിയടിച്ചതാണെന്ന് ആരും പറയില്ല. കാരണം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രചണ്ഡ ലഘുയുദ്ധ ഹെലികോപ്റ്റർ വ്യോമസേനയുടെ ഭാഗമായത് 2022 രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ് പ്രചണ്ഡ്. 15.80 മീറ്റർ നീളവും 4.70 മീറ്റർ ഉയരവുമുള്ള കോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ പരമാവധി 268 കിലോമീറ്റർ വേഗത്തിൽ പറക്കാം. 580 കിലോമീറ്ററാണ് പ്രവർത്തന ദൂരപരിധി. 110 ഡിഗ്രി കറങ്ങി വെടിവെക്കാൻ കഴിയുന്ന 20 mm ടററ്റ് തോക്കുകൾ, നാക്ടാങ് വേദ മിസൈൽ, മിസ്ട്രാൽ വിമാനവേദ മിസൈലുകൾ, യന്ത്രപീരങ്കി എന്നിവയാണ് കോപ്റ്ററിലുള്ള ആയുധങ്ങൾ. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് കോപ്റ്ററുകൾ നിർമ്മിച്ചത്. ഈ കോപ്റ്ററുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച സാമഗ്രികളിൽ 45% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്.